ഓക്കെ, നോക്കിക്കോളൂ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ആ ചെറിയൊരു ഇലക്ട്രോണിക് ഡിവൈസ് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ റെസിസ്റ്റർ, ഒന്നിൽ കൂടുതൽ റെസിസ്റ്റർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇത് എഴുതരുത്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊരു റെസിസ്റ്റർ ആണ്. ഞാൻ ചോദിക്കുന്നത് ശ്രേയോടാണ്. ശ്രേയ എനിക്ക് ഉത്തരം തരണം. ഇത് റെസിസ്റ്റർ ആണ്. ഈ റെസിസ്റ്ററിന്റെ വാല്യൂ 2 ഓം ആണ്. ഓക്കെ, എന്നിട്ട് ഞാനിത് ഒരു സെല്ലിലോട്ട് കണക്ട് ചെയ്തു. ആ സെല്ലിന്റെ പൊട്ടൻഷ്യൽ 2 എന്താണ് വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ. ഒരു കീ കൊടുത്തു, എന്ത് ചെയ്തു, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു. കീ ഓപ്പൺ അല്ലേ ഇപ്പം, ആണോ ശ്രേയ? കറണ്ട് ഫ്ലോ ചെയ്യുവോ? ഇല്ല. ഞാൻ കീ ക്ലോസ് ചെയ്തു, അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ എവിടുന്ന് എങ്ങോട്ടാ? പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ്, അതായത് ഇവിടുന്ന്, ഇതാണ് പോസിറ്റീവ്, ഇവിടുന്ന് ഇങ്ങനെ വന്ന് നെഗറ്റീവിലോട്ട്, ഇല്ലയോ? അപ്പൊ അതിന് ആരോ കൃത്യമായിട്ട് ഇടേണ്ടത് ഇങ്ങനെയാണ്. ഒറ്റൊരെണ്ണം ഇട്ടാൽ. ഓക്കെ, ഇതിനകത്ത് കറണ്ട് എത്ര ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ശ്രേയ, ഒന്ന് പറഞ്ഞേ. കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? I equal to Q by T. Q ഇവിടെ തന്നിട്ടുണ്ടോ? T ഉണ്ടോ? അല്ല, V by R. V by R. V എത്ര എടുക്കും? 2. R എത്ര എടുക്കും? 2. എത്ര വരും? 1 എന്തുവാ? 1 ആംപിയർ. 1 ആംപിയർ. മനസ്സിലായോ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ശ്രേയോട് തന്നെ ചോദിക്കാം. ഇപ്പോഴോ? ഇത് 2 ഓം, ഇത് 2 ഓം, ഇത് 2 വോൾട്ട്. ഇപ്പോഴോ കറണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെ? V by R. I is equal to V by R. 4 by 2. 4 by 2. 4 by 2. 2 by 4. 4 ആണെന്ന് എങ്ങനെ മനസ്സിലായി? 2 plus 2. 2 plus 2. ഓക്കെ, 2 plus 2 4. അപ്പോൾ 1 by 2. അപ്പോൾ കറണ്ട് 0.5 ആംപിയർ. ഓക്കെ, സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴോ? ഇനി നോക്കൂ, ഇത് 2 ഓം, ഇത് 2 ഓം, ഇത് 2 വോൾട്ട്. കറണ്ട് പോകുന്നു, ഇവിടെ വരുന്നു. ഇപ്പോഴോ? I is equal to V by R is equal to 2 by 4. കേട്ടോ, 2 by 4. അപ്പൊ അതാണ് പ്രശ്നം, അല്ലേ? നമുക്ക് ചുമ്മാ അങ്ങനെ രണ്ട് റെസിസ്റ്റർ എന്താണ് നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് ഒരിക്കലും 4 എന്ന് എടുക്കാൻ പറ്റില്ല. മോളിൽ രണ്ടെണ്ണം കണ്ടോണ്ടല്ലേ 2 plus 2 4 എന്ന് എടുത്തേ. താഴെയും രണ്ടെണ്ണം കണ്ടോണ്ടായിരിക്കും അല്ലെ 2 plus 2 4 എടുത്തത്. എന്നാൽ അങ്ങനല്ല. കാരണം ഇത് രണ്ട് കോമ്പിനേഷനാണ്. അതായത് റെസിസ്റ്ററിനെ നിരത്തി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സീരീസ് കോമ്പിനേഷനും, റെസിസ്റ്ററിനെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്താൽ അതിനെ പാരലൽ കോമ്പിനേഷൻ എന്നുമാണ് പറയുന്നത്. ഈ നിരത്തി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ശ്രേയ പറഞ്ഞത് ശരിയാ, എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്താൽ മതി, ഇത് കറക്റ്റാ. പക്ഷെ മുകളിലും താഴെയും കണക്ട് ചെയ്യുമ്പോൾ കൂട്ടി എഴുതാൻ പറ്റില്ല, ഇത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ എന്താണ്, അതായത് നിരത്തി കണക്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് കൺസെപ്റ്റ്, നേരെ കണക്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ ഹെഡിങ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ എഴുതിക്കൂ, കോമ്പിനേഷൻ. ഒന്നിൽ കൂടുതൽ റെസിസ്റ്റർ വരുമ്പം എങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യുന്നത്? മറ്റുള്ളവർക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ് ബ്രാക്കറ്റില് റെസിസ്റ്റേഴ്സ് എന്നും കൊടുക്കാം, റെസിസ്റ്റേഴ്സ്. അതിനകത്ത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഒന്നാമത്തേത് സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് കോമ്പിനേഷനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? നമ്മൾ രണ്ട് റെസിസ്റ്ററിനെ സീരീസ് മീൻസ് നിരത്തി അതിൽ ഒരു റെസിസ്റ്റൻസിനെ R1 ആയിട്ട് എടുക്കുന്നു, രണ്ടാമത്തെ റെസിസ്റ്ററിനെ R2 ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ഇത് നേരെ കൊണ്ടുപോയിട്ട്
നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവേലും എന്നിട്ട് ഇപ്പുറത്തെ അറ്റം നേരെ കൊണ്ടുപോയിട്ട് ഒരു കീയുടെ സഹായത്തോടു കൂടി ബാറ്ററിയുടെ നെഗറ്റീവിലും കണക്ട് ചെയ്യുന്നു. കീ ക്ലോസ് ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആണ്. ഓക്കെ ആണല്ലോ. ഇതുവഴി ഒഴുകുന്ന കറണ്ട് ഐ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി കോമ്പിനേഷൻ, സീരീസ് കോമ്പിനേഷനിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് നിങ്ങൾ എഴുതണം. ഈ പടം വരച്ചിട്ട് അതിന്റെ താഴോട്ട് എഴുതണം. ഇൻ സീരീസ് കോമ്പിനേഷൻ, സീരീസ് താഴെയാണ് എഴുതേണ്ടത്, ഞാൻ സൈഡിലോട്ട് സ്ഥലമുള്ളതുകൊണ്ട് എഴുതുന്നേ ഉള്ളൂ. ഇൻ സീരീസ് കോമ്പിനേഷൻ, കോമ്പിനേഷൻ എന്നിട്ട് കോമ ഇട്ടിട്ട് കറണ്ട് റിമെയിൻസ്, കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റേഴ്സ്, കറണ്ട് ത്രൂ മോനെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് ഹെഡിങ് എഴുതുക. ഞാൻ കുറെ ബേസിക്സ് ഒക്കെ പറഞ്ഞു, ഇത് തൽക്കാലം എഴുതി എടുത്തിട്ട് ബാക്കി എഴുതിക്കോ, പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തങ്ങ് പോവാം. അപ്പം നോക്കിയോ, ഇൻ സീരീസ് കോമ്പിനേഷൻ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് കോൺസ്റ്റന്റ്. അതായത് ബ്രാക്കറ്റിൽ സെയിം എന്നും കിട്ടാൻ മതി, സെയിം. അടുത്ത ഡോട്ട് ഇടുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് across ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറൻറ്റ്. അതായത് സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് R1 കൂടെ പോകുന്ന കറണ്ടും ഐ തന്നെ, R2 കൂടെ പോകുന്ന കറണ്ടും ഐ തന്നെ, സെയിം കറണ്ട് ആയിരിക്കും ഒഴുകുന്നത്. എന്നാൽ ഈ പൊട്ടൻഷ്യൽ ഇവിടെ കൊടുക്കുമ്പോൾ R1 ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കില്ല R2 ഉണ്ടാകുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി വോൾട്ടിമീറ്റർ എടുത്ത് കണക്ട് ചെയ്താൽ മതി. ഇവിടെ വോൾട്ടിമീറ്റർ കൊടുക്കുമ്പോൾ അവിടെ കിട്ടുന്ന റീഡിങ്ങും ഇവിടെ വോൾട്ടിമീറ്റർ കൊടുക്കുമ്പോൾ അവിടെ കിട്ടുന്ന റീഡിങ്ങും രണ്ട് ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി, പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് ഡിഫറൻറ്റ് ആണ്, ബട്ട് കറണ്ട് സെയിം ആണ്. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഇന്ന് താഴോട്ട് എഴുതേണ്ടത് V1 ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് across R1 and V2 is the potential difference across R2. V1 is the potential difference across R1 and V2 is the potential difference across R2 എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ കറണ്ട് സെയിം ആണ്, പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിലൂടെയുള്ള പൊട്ടൻഷ്യലിനെ നമുക്ക് എന്താ കൂട്ടാം ഇല്ലേ? ടോട്ടൽ പൊട്ടൻഷ്യൽ എത്ര കിട്ടും? ടോട്ടൽ പൊട്ടൻഷ്യൽ V is equal to നമുക്ക് എന്താന്ന് എഴുതാം? V1 പ്ലസ് V2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാമേ. ബൈ ഓംസ് ലോ നമുക്കറിയാം V is equal to IR ആണ്. അങ്ങനെയാണെങ്കിൽ V1 is equal to എന്ത് വരും അക്ഷിത? അക്ഷിത കേട്ടില്ല. പറഞ്ഞോ. V2 minus V. V1 is equal to എന്ത് വരും എന്നറിയാമോ? അതും ആ ഇക്വേഷൻ തന്നെയല്ലേ. അതായത് V എന്ന് പറയുമ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ, ആ ടോട്ടൽ സർക്യൂട്ടിന്റെ കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. ഈ V1 എന്ന് പറയുമ്പോൾ എന്ത് വരും? V1 എന്ന് പറയുമ്പോൾ I into R തന്നെയാണ്, പക്ഷെ അവിടുത്തെ കറണ്ട് I ആണ്. I1 into R2 എന്നായിരുന്നു എടുക്കേണ്ടത്, പക്ഷെ I1 എന്ന് എടുക്കേണ്ട ആവശ്യമില്ല, അവിടുത്തെ കറണ്ട് സെയിം ആയതുകൊണ്ട് I into R1 എന്ന് എടുക്കാം. ശരിയല്ലേ? V2 എന്ന് പറയുമ്പോൾ എന്താ? V2 കൂടെ പോകുന്ന കറണ്ടും അല്ലെങ്കിൽ ആ രണ്ടാമത്തെ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് സെയിം, അപ്പൊ I into നമുക്ക് എന്തെന്ന് എടുക്കാം? R2 എന്ന് എടുക്കാം. ആണോ? ക്ഷിത മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇത് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 3, ഇത് ഇക്വേഷൻ 4 എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഈ ഇക്വേഷൻ 2ഉം 3ഉം 4ഉം 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2, 3 and 4 in 1. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? നമുക്കറിയാം 1 എന്ന് പറഞ്ഞാൽ എന്താ? V is equal to V1 plus V2 ആ. V എന്ന് പറയുമ്പോൾ IR ആണ്, V1 എന്ന് പറയുമ്പോൾ IR1 ആണ്.
V2 എന്ന് പറയുമ്പോൾ IR2 ആണ്. ആണോ? അങ്ങനെയാണെങ്കിൽ IR ഈസ് ഈക്വൽ ടു ഇവിടുന്ന് I കോമൺ എടുത്തു കഴിഞ്ഞാൽ R1 പ്ലസ് R2 എന്ന് വരുന്നു. ഈ ഐയും കട്ട് ചെയ്ത് പോയി. ബാക്കി R എന്ത് വന്നു? R ഈസ് ഈക്വൽ ടു എന്താ? R1 പ്ലസ് R2. ഇതിനെ ഞാൻ RS എന്നങ്ങ് എടുത്തിരിക്കുക സഫിക്സ്. അത് എന്തിനെ കാണിക്കാനെന്നറിയോ? റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആണ് കാണിക്കാൻ വേണ്ടി. റെസിസ്റ്റൻസ് ഇൻ സീരീസ് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ റെസിസ്റ്റൻസിനെ നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നും എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്നും ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്നും പറയും കേട്ടോ. RS ഈക്വൽ ടു R1 പ്ലസ് R2 ആയിരിക്കും സീരീസിൽ. ഇങ്ങനെയാണ് കേട്ടോ ശ്രേയ നേരത്തെ കൂട്ടിയപ്പോൾ R1 പ്ലസ് R2 4 വന്നത്. മനസ്സിലായോ? ഓക്കെ. പക്ഷെ പാരലൽ വരുമ്പോൾ ഇങ്ങനെയല്ല, അതും കൂടെ മനസ്സിലാക്കണം. അത് നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പം ഇവിടെ ആ പടത്തിനകത്ത് നിങ്ങൾ ഒരു കാര്യം കൂടെ മാർക്ക് ചെയ്യണം. ഇവിടെ കൂടെ പോകുന്ന കറണ്ടായി, ഇവിടെ കൂടെ പോകുന്ന കറണ്ടുമായി. പക്ഷേ ഇവിടത്തെ പൊട്ടൻഷ്യൽ V1 ആണെന്നും ഇവിടത്തെ പൊട്ടൻഷ്യൽ V2 ആണെന്നും കൂടെ പടത്തിൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കണം. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ആ പടത്തിൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കണം. ഞാൻ ചെറുതാക്കാം, എല്ലാം ഒന്ന് എഴുതിയെടുത്തേരെ. അപ്പൊ ഒരു സർക്യൂട്ടിൽ ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് നിരത്തിയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് എന്താ നമ്മൾ ആദ്യം നോക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ അതിന്റെ കാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി. അപ്പം നിരത്തിയാ കണക്ട് ചെയ്തെങ്കിൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ആ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം, എന്നാലേ വരത്തുള്ളൂ. അതിന്റെ ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര എഴുതേണ്ടി വരും. കഴിഞ്ഞ വർഷം ഡെറിവേഷൻ ചോദിച്ചായിരുന്നു, പാരലലിന്റെയാ ചോദിച്ചത്. കഴിഞ്ഞ വർഷം സീരീസിന്റെ ചോദിച്ചായിരുന്നു ഡെറിവേഷൻ. ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ പടം വരച്ചിട്ട് ഇത്ര എഴുതി വെക്കേണ്ടി വരും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇവിടെ നമ്മൾ ഇതിനെ ഈ RS എന്ന് പറയുന്നതിനെ നമുക്ക് ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്നായിരിക്കും ചില ക്വസ്റ്റിനകത്ത് ചോദിക്കുന്നത്. ഫൈൻഡ് ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ഇക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നും പറയാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതെല്ലാം സെയിം തന്നെയാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. ഇക്വാലന്റ് എന്ന് ചോദിച്ചാലും എഫക്റ്റീവ് എന്ന് ചോദിച്ചാലും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാലും എല്ലാം ഒന്ന് തന്നെ. ഇനി ഇതിന് താഴോട്ട് എഴുതുക. അതായത് ഈ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ എല്ലാം സെയിം ആണെങ്കിലോ, ഇപ്പൊ 10 റെസിസ്റ്ററിന്റെ തന്നിരിക്കുക, അതിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ നമുക്ക് ഇനി 10 ഇപ്പം 5 വന്നിരിക്കുന്നത് 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് എന്ന് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? എല്ലാത്തിന്റെയും 5 തന്നെയല്ലേ, ഇപ്പൊ 10 എണ്ണം ഉണ്ട്, 10 × 5 ചെയ്താൽ പോരെ. അപ്പൊ അതേപോലെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇക്വേഷൻ എന്നുള്ള കാര്യം നമുക്ക് അതും കൂടെ ഒന്ന് പറയാം. അതായത് if there are n same resistors RS is equal to എന്താ? RS is equal to നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? N × R ചെയ്താൽ മതി. കാരണം എന്താ? എല്ലാം R ആണ്. N റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? N × R. 10 എണ്ണം ഉണ്ടെങ്കിൽ 10 × 5 ആണെങ്കിൽ 5 കണ്ടോ? അങ്ങനെ അതായിരിക്കും അത്. അതും ഒന്ന് ചില്ലിട്ട് വെച്ചേക്കാം മീൻസ് ബോക്സിലാക്കി വെച്ചേക്കുക. ഇനി ഇതേപോലെ തന്നെ പാരലൽ കോമ്പിനേഷൻ പറയാൻ പോവാണ്. പാരലൽ കോമ്പിനേഷൻ രണ്ടാമത്തെ, നമ്മൾ ആ സീരീസ് കോമ്പിനേഷൻ എന്നാ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പാരലൽ കോമ്പിനേഷനിൽ ഞാൻ നേരത്തെ ഒരു കണക്ക് ചോദിച്ചപ്പോഴും ശ്രേയ പറഞ്ഞു 4 തന്നെയാന്ന് പറഞ്ഞു. ആണോ ശ്രേയ? അപ്പൊ അത് 4 ആണോ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ രണ്ടെണ്ണം ഇട്ടിട്ട് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷനകത്ത് ഒരു റെസിസ്റ്റർ ഇങ്ങനെ വരയ്ക്കാം, ഇത് R1. അടുത്ത റെസിസ്റ്റർ അതിന്റെ താഴെ ഇങ്ങനെ വേണം വരയ്ക്കാൻ, ഇത് R2. എന്നിട്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തിരിക്കുന്നതിന്റെ ഇവിടാണ്. ഈ ജോയിന്റ് നമ്മൾ നേരെ ബാറ്ററിയിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഒരു കീയുടെ സഹായത്തോടു കൂടി ഇത് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു?
ഇത് ക്ലോസ് ചെയ്തു. കീ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഇതുവഴി ഒഴുകും. I കറണ്ട് ആണ് ഒഴുകുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോണം, കറണ്ട് ഈ ജംഗ്ഷനിൽ വരുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതുവഴി പോകുന്നത് ഒരു കറണ്ടും ഇതുവഴി പോകുന്നത് വേറെ കറണ്ടും ആയിരിക്കും. അതായത് ഇതിപ്പോൾ 5 ആംപിയർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ട് പോകും. ഇതുവഴി 3 ഇതുവഴി 2 കൂടെ പോകും. അത് ആ റെസിസ്റ്റൻസിന്റെ ഇതനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതുവഴി പോകുന്ന കറണ്ടിനെ I1 എന്നും ഇതുവഴി പോകുന്ന കറണ്ടിനെ I2 എന്നും വിളിക്കും. നേരത്തെ രണ്ട് റെസിസ്റ്റൻസിനകത്തൂടെ പോകുന്ന റെസിസ്റ്ററിനകത്തൂടെ പോകുന്ന കറണ്ട് സെയിം ആയിരുന്നു സീരീസിൽ. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു ഡിഫറൻറ്റ്. എന്നാൽ ഇവിടെ പാരലൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് രണ്ട് റെസിസ്റ്ററിനകത്തൂടെ കൂടെ പോകുന്ന കറണ്ട് ഡിഫറൻറ്റ് ആയിരിക്കും, പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒന്നും ചെയ്യണ്ട, നിങ്ങളൊരു ഒരു ഒരു വയർ എടുത്തിട്ട് ആ വോൾട്ടിമീറ്ററിനെ ഇവിടെ കൊണ്ട് കണക്ട് ചെയ്താൽ ആ കിട്ടുന്ന വോൾട്ടേജും അതിനകത്ത് കാണിക്കുന്ന റീഡിങ്ങും വേറൊരു വോൾട്ടിമീറ്ററിനെ എടുത്തിട്ട് എന്താണ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കുന്ന റീഡിങ്ങും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പം അത് അങ്ങനെ എഴുതണം, അങ്ങനെ തന്നെ എഴുതണം, അങ്ങനെ തന്നെ എഴുതണം. നോക്കിയോ, ഇങ്ങനെ എഴുതാം. ഇൻ പാരലൽ കോമ്പിനേഷൻ, പാരലൽ. സർ ആ സർ ഇപ്പൊ എന്താ പറഞ്ഞത് നിങ്ങൾ പറയാമോ? കേട്ടില്ല. ഇപ്പോഴ് വരച്ചു കാണിച്ചിട്ട് ഒരു വോൾട്ട് മീറ്ററിന്റെ അതൊക്കെ റെസിസ്റ്ററിന്റെ മണ്ടയ്ക്ക് ഇവിടെ ആ അതൊന്നും പറയാമോ? അല്ലാതെ അതായത് നമ്മൾ ഇൻ പാരലൽ കോമ്പിനേഷനകത്ത് നമ്മൾ സീരീസിനകത്ത് രണ്ട് റെസിസ്റ്ററിനകത്തോടെ പോകുന്ന കറണ്ട് സെയിം ആയിരുന്നു, വോൾട്ടേജ് ഡിഫറെന്റ് ആയിരുന്നു. എന്നാൽ ഇവിടെ രണ്ട് റെസിസ്റ്ററിനകത്ത് കൂടെ പോകുന്ന കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. വോൾട്ടേജ് മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്താൽ മതി? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഡിവൈസ് ആണ് വോൾട്ട് മീറ്റർ. ഒരു വോൾട്ട് മീറ്റർ എടുത്ത് ഇവിടെ കണക്ട് ചെയ്യാം, വേറൊരു വോൾട്ട് മീറ്റർ എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ കണക്ട് അതിനകത്ത് കാണിക്കുന്ന റീഡിംഗ് സെയിം ആയിരിക്കും. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പം ഇൻ പാരലൽ കോമ്പിനേഷൻ എഴുതേണ്ടതാണ്. പാരലൽ കോമ്പിനേഷൻ എഴുതിയിട്ട് കോമ ഇട്ടിട്ട് ഒരു ഡോട്ട് ഇടുക, എന്നിട്ട് എഴുതുക എന്താണ്? ഇവിടെ അവിടെ കറണ്ട് ആയിരുന്നു കോൺസ്റ്റന്റ്, ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും കോൺസ്റ്റന്റ്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വോൾട്ടേജ് എന്ന് വിളിക്കാം കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് across each resistors is same അല്ലെ, കോൺസ്റ്റന്റ്. രണ്ടാമത്തേത് കറണ്ട് ത്രൂ each resistors is different. അതായത് ഇതുവഴി പോകുന്ന കറണ്ട്, ഇവിടത്തെ വോൾട്ടേജ് സെയിം ആണ്, ഇവിടത്തെ V ആണ്, ഇവിടത്തെ V തന്നെയാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ട് എഴുതാം. I1 be the current through R1 and I2 be the current through R2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ത് വരും? നേരത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു, ഇവിടെ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും? ടോട്ടൽ കറണ്ട് I is equal to I1 plus I2 എന്ന് വരും. ശരിയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ അതായത് ആ സർക്യൂട്ടിനകത്ത് 3 ആമ്പിയർ, അതായത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പടത്തിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ I കറണ്ട് ഇതുവഴി വന്നു, അത് സ്പ്ലിറ്റ് ആവുന്നു I1 ആയിട്ട്, വീണ്ടും എന്ത് ചെയ്യുന്നു? അത് രണ്ടും ഇവിടെ വരുമ്പോൾ വീണ്ടും ജോയിൻ ചെയ്യുക, വീണ്ടും ഇത് ജോയിൻ ചെയ്തിട്ട് വീണ്ടും I ആയിട്ട് തന്നെ ആയിരിക്കും ഇതുവഴി പോകുന്നത്. മനസ്സിലായോ? അതായത് 5 ആമ്പിയർ കറണ്ട് വരുന്നു, ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് 2 ആമ്പിയറും 3 ആമ്പിയറും ആവുന്നു, വീണ്ടും അത് കണക്ട് ചെയ്ത് വീണ്ടും 5 ആമ്പിയർ ആയിട്ട് ഇതുവഴി പോകുന്നു. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഓംസ് ലോ നമുക്കറിയാം I is equal to V by R ആണ്. ഓക്കെ, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ I2 എന്തായിരിക്കും അക്ഷിത? V2 by R2 ആണോ? അല്ല, I1 V1 by R1. V1 എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ പൊട്ടൻഷ്യൽ സെയിം അല്ലേ? ഓക്കെ, അപ്പൊ V by R1 ആണല്ലോ. I2 എന്തായിരിക്കും? V by R2. അപ്പം ഇത് ഇക്വേഷൻ 3 ഇത് ഇക്വേഷൻ 4 ആയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത്
എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ഇക്വേഷൻ 2-നെയും 3-നെയും 4-നെയും ഇക്വേഷൻ 1-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 2, 3 and 4 in 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? I is equal to I1 plus I2 ആണ് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ I നെ നമുക്ക് V by R എന്ന് എഴുതാം, ഇവിടെയും V by R1 എന്ന് എഴുതാം, പ്ലസ് ഇവിടെയും V by R2 എന്ന് എഴുതാം. വീണ്ടും നമ്മൾ എന്താ V by R is equal to, ഇവിടെ ഒന്ന് V കോമൺ എടുത്തു കഴിഞ്ഞാൽ R1 plus R2 എന്ന് എഴുതല്ലേ, മോളിൽ നിന്നാ V കോമൺ എടുക്കുന്നത്. അപ്പോൾ 1 by R1 plus 1 by R2 എന്നായിരിക്കും വരുന്നത്. ഈ വിയും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തെന്ന് വരും? 1 by R is equal to 1 by R1 plus 1 by R2. ഇവിടെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ, അതായത് 1 by R എന്ന് പറഞ്ഞാൽ 1 by RP എന്ന് എടുക്കാം. ഓക്കെ, അതായത് റെസിസ്റ്റൻസ് ഇൻ പാരൽ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് RP ആണ് വേണ്ടത്. RP ഇവിടെ താഴെയാണ് കിടക്കുന്നത്. RP നെ മുകളിൽ കൊണ്ടുപോകണേ എന്ത് ചെയ്യണം? ഇവിടെ രണ്ടായിട്ടാണ് കിടക്കുന്ന ഫ്രാക്ഷൻ ആണ്, അവിടെ LCM എടുത്തിട്ട് നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പം 1 by RP is equal to ഇതിനെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R2 plus R1 divided by R1 R2. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ ഇപ്പോഴും 1 by RP ആണ് എടുക്കുന്നത്, നമുക്ക് RP ആണ് വേണ്ടത്. RP കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇത് നേരെ തിരിച്ചാൽ മതി, ഇത് നേരെ തിരിക്കുക. അപ്പം R1 R2 divided by എന്താ? R2 plus R1 എന്ന് പറഞ്ഞാലും R1 plus R2 എന്ന് പറഞ്ഞാലും എന്താ? രണ്ടും സെയിം. ഇതായിരിക്കും RP കണ്ടുപിടിക്കാനുള്ള. നിങ്ങൾ ഇത് പഠിക്കണ്ട, ഇതങ്ങ് പഠിച്ചാൽ മതി. എന്തുവാ? ഇത് പഠിച്ചിട്ട് പിന്നെ LCM എടുത്ത് അങ്ങ് എഴുതിയാൽ മതി. ചെറുതാക്കാം, എഴുതാനുള്ളവർ എഴുതിക്കും. ചെറുതാക്കാം, എഴുതാനുള്ളവർ എഴുതിക്കും. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് if there are n same resistors, നേരത്തെ പോലെ തന്നെ, അതായത് എല്ലാ റെസിസ്റ്ററിനെയും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ റെസിസ്റ്ററും സെയിം വാല്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പം if there are n same resistors of resistance R, അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 by RP കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? സാധാരണ 1 by RP is equal to എന്താ? 1 by R plus 1 by R plus ഇങ്ങനെ പോവാണ്, n ആണ്. അതിന് പകരം എന്ത് ചെയ്താൽ മതി? 1 by RP is equal to എന്താ? എത്ര എണ്ണം ഉണ്ടോ? n into 1 by R. ഓക്കെ, കഴിഞ്ഞില്ല, നമുക്ക് RP ആണ് വേണ്ടത്. അപ്പം ഇപ്പൊ 1 by RP ആണ് കിട്ടിയിരിക്കുന്നത്. 1 by RP n by R എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് RP കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ നേരെ തിരിക്കുക. അങ്ങനെയാണെങ്കിൽ RP is equal to R by n ചെയ്താൽ മതി. ഇതാണ് n സെയിം റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഉള്ള കേസ്. ഓക്കെ, ഇനി എപ്പോഴും മനസ്സിലാക്കിക്കോണം, സീരിയസ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എപ്പോഴും കൂടും.
പാരലൽ ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എപ്പോഴും കുറയും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. നോക്കിക്കോ, ഞാൻ ഒരു പ്രൂവ് കാണിക്കാം. നോക്കിക്കോളൂ. ഇത് എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ തുടയ്ക്കുവാണേ. എഴുതിയില്ലെങ്കിൽ പറയണം. ഓക്കെ, അതായത് എഴുതുക. അതായത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതുക. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് എഴുതുക. ഒരു ഡോട്ട് ഇടുക. ഇൻ സീരിയസ് കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഈക്വൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അതേപോലെ തന്നെ എന്താ ഈ ഓർത്തോണം കേട്ടോ, ആർ എസ് എന്ന് പറഞ്ഞാലും ആർ പി എന്ന് പറഞ്ഞാലും എന്താ ടോട്ടൽ റെസിസ്റ്റൻസാ. സീരീസ് കണക്ഷനിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസിനെ എഫക്റ്റീവ് റെസിസ്റ്റൻസിനെയും പാരലൽ എങ്ങനെ വേണം നമുക്ക് പറയാം. പാരലും അതുപോലെ തന്നെ ആർ പി എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നും പറയാം, ടോട്ടൽ റെസിസ്റ്റൻസ് എന്നും പറയാം. അതേപോലെ തന്നെ എന്താണ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്നും പറയാം. ജനറലി നമ്മൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് തന്നെ എടുക്കുകയാണ്. ഇൻ സീരീസ് കോമ്പിനേഷൻ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഇപ്പം ഞാൻ ഒരു 2 റെസിസ്റ്റർ തന്നിരിക്കുക. ഓക്കെ, ഇത് 1 ഓമും ഇത് 2 ഓമും. ഇതിന്റെ ഇക്വൽ റെസിസ്റ്റൻസ് നിങ്ങൾ നോക്കിയേ. ആർ എസ് ഈസിക്കലും എത്രയാ? R1 പ്ലസ് R2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് 2 ആയിരിക്കും, അതായത് 3 ഓം ആയിരിക്കും. കണ്ടോ? അതായത് 2 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തെ ഇൻഡിവിജ്വൽ റെസിസ്റ്ററിൽ ഏതാണോ വലുത് അതിനെക്കാട്ടിലും വലുതായിരിക്കും അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് കണ്ടോ, ഇതിനകത്ത് വലുത് 2 ആ, 2-നേക്കാട്ടിലും വലുതാണ് ടോട്ടൽ. അപ്പൊ ടോട്ടൽ ആണ് അവിടെ ആ സർക്യൂട്ടിൽ എഫക്ട് ചെയ്യുന്നത്. എന്നാൽ പാരൽ അപ്പം റെസിസ്റ്റൻസ് പാരൽ സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അപ്പൊ കറണ്ട് കുറവായിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ചോണം. അപ്പം ഇൻ സീരീസ് കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, ഒരു കോമ്പൗണ്ട് ഇട്ട് therefore കറണ്ട് ഡിക്രീസസ് എന്നും കൂടെ വേണമെങ്കിൽ എഴുതിക്കും. അതേപോലെ തന്നെ ഇൻ പാരലൽ കോമ്പിനേഷൻ effective resistance decreases. Therefore current increases. Okay, അത് ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. അതായത് ഇത് 1 ഓമും ഇത് 2 ഓമും തന്നെ എടുത്തിരിക്കുകയാണ്. 1 ഓം ഇത് 2 ഓം. പാരലൽ കോമ്പിനേഷനിൽ 1/Rp ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 1/Rp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 പ്ലസ് 1/2 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ടും ചെയ്യുമ്പോൾ 1/Rp എന്ത് വരുന്നു? 2 പ്ലസ് 1/2 എന്ന് വരുന്നു, അതായത് 3/2 എന്ന് വരുന്നു. നമുക്കിപ്പോൾ 1/Rp ആണ് എന്ത് കിട്ടിയിരിക്കുന്നത്? 3/2 കിട്ടിയിരിക്കുന്നത്. അപ്പൊ Rp എന്ത് വരും? ഇത് നേരെ തിരിക്കണം. അപ്പൊ എന്ത് വരും? 2/3. 2/3 എന്ന് പറയുമ്പോൾ എന്തായാലും 2/3 ചെയ്യുമ്പോൾ 0.0, അതായത് 6 പോയിന്റ് 0.6 ആയിരിക്കും അവിടുത്തെ റെസിസ്റ്റൻസ്. അപ്പൊ നോക്കി, ഇതിനകത്ത് ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഏതാ? 1 ഓം. 1 ഓമിനെക്കാട്ടിലും ചെറുതായി അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. കണ്ടോ, ഇപ്പൊ 0.6 ഉള്ളൂ. അതായത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഏതാണോ അതിനേക്കാട്ടിലും കൂടുതലായിരിക്കും അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും ചെറിയ റെസിസ്റ്റർ ഏതാണോ, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എത്രയാണോ അതിനേക്കാട്ടിലും ചെറുതായിരിക്കും ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് കുറയുമ്പോഴാണ്, അതുകൊണ്ടാണ് അവിടെ കറണ്ട് കൂടുന്നു എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഈ പറഞ്ഞ ടോപ്പിക്ക് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പഠിച്ചേ പറ്റത്തുള്ളൂ. ആ പറഞ്ഞു സർ, ഇതില് ഈ പാരലൽ കോമ്പിനേഷനിൽ എന്താ പറ്റി 1/, അങ്ങനെ എടുത്ത്? അയ്യോ, നമ്മൾ ആ ഡെറിവേഷനകത്ത് അങ്ങനല്ലേ പഠിച്ചത്? 1/Rp ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 അങ്ങനെ എടുക്കണ്ടേ? ഓക്കെ സർ. ഡെറിവേഷനകത്ത് അതല്ലേ പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നതെന്ന് ആ ഡെറിവേഷൻ പഠിച്ചത്. ലേറ്റ് ആയിട്ട് കയറിയത് സർ. അല്ല, നീ അതിനു മുമ്പേ കയറിയാണല്ലോ. നീ അത് എഴുതിയെടുത്തില്ലായിരുന്നോ? സർ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ആ ശരി.
അത് എഴുതിയെടുക്കണം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് അതിനെക്കാളും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാര്യമില്ല. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തോ മനസ്സിലാവാനാ? ഇതിന്റെ കൂടെ എഴുതി പോകണം. ഇതിന്റെ കൂടെ നോട്ട് എഴുതി പോയാലേ പറ്റുള്ളൂ. അതിനാണ് ഓക്കെ ഓക്കെ എഴുതി തരുന്നത്. അല്ല പിന്നെ എന്തിനാ എഴുതി തരുന്നത്? ഞാനങ്ങ് പഠിപ്പിച്ചു വിട്ടാ പോരെ. അങ്ങനെ എഴുതിയാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ആരും നോട്ട് പിന്നീട് എഴുതാന്ന് പറഞ്ഞ് എഴുതല്ലേ. നിങ്ങൾ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്ത് എഴുതിപ്പിക്കാം. എൻ്റെ കൂട്ടത്തിൽ എഴുതി പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരുന്നത്. അല്ല എനിക്ക് ഇങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ആശിഷ് പുതിയതായതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ വേറെ ആരെങ്കിലും അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് വേണ്ട, എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് പോയാൽ മതി. അതാ എഴുതുവാണെങ്കിൽ ഇപ്പം ആ സംശയം ചോദിക്കത്തില്ല എന്നോട് കേട്ടോ. ആശിഷ് എഴുതിയെടുക്കുവായിരുന്നെങ്കിൽ ആ സംശയം ഇപ്പൊ എന്നോട് ചോദിക്കില്ല. ഓക്കെ, നോക്കിക്കോളൂ. ആ വീഡിയോ, ഇതിന്റെ വീഡിയോ ഇട്ട് തരാം. വീഡിയോ ഒന്നുകൂടെ കാണുക കേട്ടോ ആശിഷ്. ഓക്കെ സർ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് സീരിയസ് സർക്യൂട്ട് in domestic wiring. Domestic wiring. ഡൊമസ്റ്റിക് വയറിങ്ങിൽ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഡൊമസ്റ്റിക് വയറിംഗ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ വയറിങ് എല്ലാ അപ്ലയൻസസും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ റെസിസ്റ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോലെ എല്ലാ അപ്ലയൻസസും പാരലൽ കോമ്പിനേഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരിയസിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സീരിയസിലും പാരലും നമുക്ക് കണക്ട് ചെയ്യാമായിരുന്നു അല്ലേ? അപ്പം അത് എഴുതുക. ഇൻ സീരിയസ് സർക്യൂട്ട് if one electrical appliance stop working due to some defect then all other appliances stop working. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു വയർ എടുത്തു. ആ വയറിൽ ഞാനൊരു TV കണക്ട് ചെയ്തു, പിന്നീട് AC കണക്ട് ചെയ്തു, പിന്നീട് ഫ്രിഡ്ജ് കണക്ട് ചെയ്തു, പിന്നീട് ഗ്രൈൻഡർ കണക്ട് ചെയ്തു. ഇത് സീരിയസ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഈ TVക്ക് എന്തോ ഡിഫക്റ്റ് വന്നു. പിന്നീട് ഇതൊന്നും വർക്ക് ചെയ്തില്ല. കാരണം ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഇങ്ങോട്ടേക്ക് പോകത്തില്ല. സീരിയസിൽ ഇതുവഴി പോകുന്ന കറണ്ട് തന്നെ ആയിരിക്കും ഇതുവഴി പോകുന്നത്, ഇതുവഴിയും പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം എന്താ വരും. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ, ഒരു അപ്ലയൻസസ് അടിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അടിച്ചു പോകത്തില്ല, വർക്ക് ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഓർത്തോണം. ഓക്കെ ആണല്ലോ. അടിച്ചു പോയാലെന്ന് ഉദ്ദേശിക്കുന്നത് അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായാൽ. അതേപോലെ രണ്ടാമത്തേത്, ഇൻ സീരിയസ് സർക്യൂട്ട് all electrical appliance have only one switch due അപ്പൊ സർ ഈ സീരീസ് കണക്ഷന്റെ സീരീസ് സർക്യൂട്ടിന്റെ ഉപയോഗം എന്തുവാ? സീരിയസ് സർക്യൂട്ട് എന്ന് പറഞ്ഞ ഉപയോഗം എടാ, അതിന് ഡിസഡ്വാൻറ്റേജാ. അതാ പറയുന്നത്, സീരിയസ് സർക്യൂട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല.
അല്ല വേറെ എവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐഡിയയിൽ? ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നിനക്ക് സർക്യൂട്ടിൽ നിനക്ക് എന്താ ഇപ്പം റെസിസ്റ്റർ നമ്മുടെ ഈ മദർ ബോർഡിലും അല്ലെങ്കിൽ ടിവിയുടെ സർക്യൂട്ടിലും ഒക്കെ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്നാ പറഞ്ഞത്? ടോട്ടൽ റെസിസ്റ്റൻസ് കൂടും, അപ്പൊ കറണ്ട് കുറയും. അപ്പൊ കറണ്ട് കുറഞ്ഞ് ഒരു എന്താണ് അപ്ലയൻസസ് വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ ബോർഡിലൊക്കെ ഒത്തിരി കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ബോർഡിൽ ഞാൻ ഇന്നലെ കാണിച്ച ആ ചെറിയ റെസിസ്റ്ററുകളില്ലേ, ആ ഫോട്ടോ കാണിച്ചായിരുന്നല്ലോ, അത് കണക്ട് ചെയ്യുക. അത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, ടോട്ടൽ കറണ്ട് കൂടുന്നതിനെ എന്ത് ചെയ്യും? അത് കൺട്രോൾ ചെയ്ത് നിർത്തും. മനസ്സിലായോ? അതായത് വീട്ടിൽ ഇതിപ്പോ നമ്മൾ ഹൗസ് ഹോൾഡ് കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഡൊമസ്റ്റിക് വയറിംഗ് സിസ്റ്റത്തിൽ സീരിയസ് കോമ്പിനേഷൻ ഡിസഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ അതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് എന്തൊക്കെയാന്നുള്ള കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം in series circuit all electrical appliances have one switch due to which they cannot be turned on or off separately. അതായത് നിങ്ങള് സീരിയസ് ആയിട്ട് നിങ്ങളുടെ അപ്ലയൻസസ് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ച അപ്ലയൻസ് എല്ലാം സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാം ഒറ്റ സ്വിച്ച് വെച്ചേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഓഫ് ചെയ്യുമ്പോൾ എല്ലാം ഓഫ് ആവും, ഓൺ ആവുമ്പോൾ അത്രയും അപ്ലയൻസസ് ഒരുമിച്ച് ഓൺ ആവും. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് പറ്റത്തില്ലല്ലോ. അപ്പൊ അത് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തത് ഇൻ സീരിയസ് സർക്യൂട്ട് the appliance do not get same voltage as that of power supply line. അതായത് നമ്മുടെ വീട്ടില് നമ്മുടെ പോസ്റ്റ് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 220 to 240 വോൾട്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അപ്ലയൻസസ് കണക്ട് ചെയ്തിരിക്കുന്നത് സീരിയസ് കോമ്പിനേഷനിലാണ് എങ്കിൽ നമുക്കറിയാം സീരിയസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് ഡിഫറെന്റ് ആവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഓരോ അപ്ലയൻസും വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് വോൾട്ടേജിലായിരിക്കും. പക്ഷെ നമ്മുടെ അപ്ലയൻസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് 220 to 240 വോൾട്ടേജിൽ വർക്ക് ചെയ്യാൻ പാകത്തിനാണ്. അതിൽ കൂടുതലോ കുറവോ വന്നു കഴിഞ്ഞാൽ അതിന് പ്രശ്നങ്ങളുണ്ടാവും, ഡിഫക്റ്റുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇടിയൊക്കെ വെട്ടുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, അത് കത്തിപ്പോയി ഇത് കത്തിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ? അപ്പൊ അതുകൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹൈ വോൾട്ടേജ് കയറി വരുമ്പോഴത്തേക്കും അതിന് പെർമിറ്റഡ് വോൾട്ടേജിനെക്കാട്ടിലും കൂടുതൽ അതിൽ കൂടെ കടന്നു പോകും, അപ്പോൾ പണി കിട്ടും. മനസ്സിലായോ? അപ്പം അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയും അതേപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. ഇൻ സീരിയസ് കണക്ഷൻ overall resistance of the current ഒരു second. Okay, overall resistance increases. ശരിയല്ലേ? overall resistance of current വേണ്ട, overall resistance increases. അങ്ങനെയാണെങ്കിൽ എന്താ, കറണ്ട് from the power supply എന്ത് ചെയ്യും? is low. Therefore current from the power supply will be low. ഇതാണ് കാരണം കറണ്ട് കൂടുന്ന റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് കറണ്ട് കുറയും അല്ലേ? നമുക്ക് വേണ്ട കറണ്ട് പോലും കിട്ടത്തില്ല, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, അതിന്റെ ഭാഗമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി
നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ അപ്ലയൻസസും കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ കോമ്പിനേഷൻ ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അതും കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തും. പിന്നീട് നമുക്ക് ഒരു ക്ലാസ്സും കൂടെ വേണം ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ അത് തിങ്കളാഴ്ച കൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ തീർത്തിട്ട് അന്ന് തന്നെ കുറച്ച് ന്യൂമറിക്കൽസും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. അഡ്വാൻറ്റേജ് ഓഫ് പാരലൽ സർക്യൂട്ട്. അഡ്വാൻറ്റേജ് ഓഫ് പാരലൽ സർക്യൂട്ട് ഇൻ ഡൊമസ്റ്റിക് വയറിംഗ്. ഒരു ഡോട്ട് എഴുതുക. ഇൻ പാരലൽ സർക്യൂട്ട് if one electrical appliance stop working due to some defect, then all other appliances keeps working normally. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? അതായത് നമ്മൾ ഇവിടെ ഒരു ടി വി കണക്ട് ചെയ്തിരിക്കുന്നു, അതിന് പാരലായിട്ടൊരു എ സി കണക്ട് ചെയ്തിരിക്കുന്നു, അതിന് പാരലായിട്ട് നമ്മളൊരു ഫ്രിഡ്ജ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കറണ്ട് ഇതുവഴി ഇങ്ങനെ വരിക. ഓക്കെ, കറണ്ട് ഇതുവഴി കയറി ഇവിടുന്ന് എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ആയിപ്പോയി. ഇവിടുന്ന് സ്പ്ലിറ്റ് ആയി, ഇവിടുന്ന് വീണ്ടും സ്പ്ലിറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇത് അടിച്ചു പോയെങ്കിൽ ഇതുവഴി പോകുന്ന കറണ്ടിനെ അത് ബാധിക്കത്തുള്ളൂ. പക്ഷേ കറണ്ട് ഇതുവഴിയും പോകുന്നുണ്ട്, ഇതുവഴിയും പോകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വർക്ക് ചെയ്യും. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു, ഒറ്റ ഇതിൽ കൂടാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് അത് പറ്റത്തില്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇൻ പാരലൽ സർക്യൂട്ട് each electrical appliances have its own switch. So it can be turned on or off without affecting other appliances. Sorry. അതേപോലെ തന്നെ, അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പാരലൽ ആയതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തും നമുക്ക് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? നേരത്തെ കണക്ട് ചെയ്തതിനകത്ത് ഇവിടെ വന്നു, ഇവിടെ വന്നു. അതായത് ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെ ഒരു സ്വിച്ച് വെച്ച് ഇത് കൺട്രോൾ ചെയ്യാം, ഇവിടെ ഒരു സ്വിച്ച് വെച്ച് ഇത് കൺട്രോൾ ചെയ്യാം, ഇവിടെ ഒരു സ്വിച്ച് വെച്ച് ഇത് കൺട്രോൾ ചെയ്യാം. നേരത്തേതിനകത്ത് അത് പറ്റത്തില്ലായിരുന്നു, ഒറ്റ സ്വിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനിയും അടുത്തത് in parallel circuit each appliances get same voltage as that of power supply line. ഞാൻ പറഞ്ഞു പവർ സപ്ലൈ ലൈനിൽ 220-240 വോൾട്ട് ആണ് കിട്ടുന്നത്. അതിന് പാരലായിട്ടാണ് ബാക്കിയുള്ള എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു കറണ്ട് ഡിഫറന്റ് ആയിരിക്കും, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണ്? എല്ലാത്തിനും സെയിം വോൾട്ടേജിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ ഇൻ പാരലൽ സർക്യൂട്ട് ഓഫ് ഇലക്ട്രിക് അപ്ലയൻസസ്, the overall resistance of household circuit is reduced due to which current from
the power supply, current from the power supply is high. അതായത് റെസിസ്റ്റൻസ് തീരെ കുറവായതുകൊണ്ട് കറണ്ട് കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ചോദിച്ചോ, ഡൗട്ടുള്ളവർ ചോദിക്കണം.